സെപ്റ്റംബർ 30 തിങ്കളാഴ്ച. ലൂക്ക 9:46 മുതൽ 50 വരെ വാക്യങ്ങൾ. സഭാചരിത്രത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ വിശുദ്ധ ജെറോമിൻ്റെ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. വിശുദ്ധ ജെറോം തൻ്റെ ജീവിതം മുഴുവൻ ബൈബിൾ പഠനത്തിനും വിവർത്തനത്തിനുമായി സമർപ്പിച്ചു. സഭയിലും അതിൻ്റെ പഠിപ്പിക്കലുകളിലും ശാശ്വതമായ സ്വാധീനം ചെലുത്തി. ജെറോം ജനിച്ചത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ്. എന്നിരുന്നാലും 18-ാം വയസ്സിൽ റോമിൽ വെച്ച് സ്നാനമേറ്റതിന് ശേഷമാണ് അദ്ദേഹം ക്രിസ്തുമതം പൂർണ്ണമായും സ്വീകരിച്ചത്. റോമിൽ അദ്ദേഹം ക്ലാസിക്കൽ സാഹിത്യ പഠനത്തിൽ മുഴുകി. പ്രത്യേകിച്ച് മഹാനായ റോമൻ പ്രാസംഗികനായിരുന്ന സിസറോയുടെ പഠനങ്ങളിൽ 374 ഗുരുതരമായ ഒരു രോഗാവസ്ഥയിൽ ജെറോമിന് തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദർശനമുണ്ടായി. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ സിസറോയുടെ പ്രവൃത്തികളോടും പഠനങ്ങളോടും കൂടുതൽ അർപ്പണമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുന്നിൽ അവൻ സ്വയം നിൽക്കുന്നതായി കണ്ടു. നീ ഒരു സിസറോണിയനാണ്, ക്രിസ്ത്യാനി അല്ല എന്ന കർത്താവിൻ്റെ വാക്കുകൾ ജെറോമിനെ ആഴത്തിൽ സ്പർശിച്ചു. അഗാധമായ വികാരാധീനായി അവൻ പൂർണ്ണമായും തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ചു. അങ്ങനെ തൻ്റെ മുൻകാല അഭിനിവേശം ഉപേക്ഷിച്ച് സന്യാസത്തിൻ്റെയും ക്രിസ്ത്യൻ പാണ്ഡിത്യത്തിൻ്റെയും ജീവിതം സ്വീകരിക്കാൻ തീരുമാനിച്ചു. 385 ജെറോം റോമ നഗരം വിട്ട് ബെത്ലഹേമിലെത്തി. അവിടെ തൻ്റെ ജീവിതകാലം മുഴുവൻ യേശു ജനിച്ച ഗുഹയ്ക്ക് സമീപം ബെത്ലഹേമിൽ താമസമാക്കി. ഒരു ആശ്രമം സ്ഥാപിക്കുകയും തൻ്റെ വിവർത്തന പ്രവർത്തനത്തിനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു. പിന്നീടുള്ള 40 വർഷങ്ങൾ ജെറോം പഴയ നിയമവും പുതിയ നിയമവും അവയുടെ യഥാർത്ഥ ഹീബ്രു, ഗ്രീക്ക് ഭാഷകളിൽ നിന്ന് ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്തു. വൾഗേറ്റ് എന്നറിയപ്പെടുന്ന അതിൻ്റെ അർത്ഥം പൊതുവായ അല്ലെങ്കിൽ ജനപ്രിയ എന്നാണ്. ആ വിവർത്തനം ഒരു സഹസ്രാബ്ദത്തിലേറെയായി സഭയുടെ സ്റ്റാൻഡേർഡ് ബൈബിളായി മാറുകയും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ലാറ്റിൻ ഗ്രന്ഥമായി ഇന്നും തുടരുകയും ചെയ്യുന്നു. ജെറോമിൻ്റെ പ്രശസ്തമായ ഉദ്ധരണി ഇതാണ്: ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. എല്ലാ ക്രിസ്ത്യാനികൾക്കും ബൈബിൾ പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഈ ഉദ്ധരണി ഊന്നി പറയുന്നു. 420 സെപ്റ്റംബർ 30 ബെത്ലഹേമിൽ വെച്ച് ജെറോം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ പിന്നീട് റോമിലേക്ക് മാറ്റി. സെൻറ് മേരി മേജർ ബസിലിക്കയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. തിരുസഭ പണ്ഡിതനായി ബഹുമാനിക്കപ്പെടുന്ന ജെറോമിൻ്റെ തിരുനാൾ സെപ്റ്റംബർ 10 ആഘോഷിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നതിനെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർ ചർച്ച ചെയ്യുന്നു എന്നോർത്ത്
യേശു ആശങ്കപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികാരമുള്ളവൻ എന്ന് വേണമെങ്കിൽ വിവർത്തനം ചെയ്യാം. യേശു ഒരു കുട്ടിയെ അവരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് പറയുന്നു, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയും സ്വീകരിക്കുന്നു. തുടർന്ന് യേശു പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ഏറ്റവും വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഏറ്റവും ചെറിയവരിൽ ഒരാളായിരിക്കുന്നതിൽ നാം സംതൃപ്തരാണോ? അതോ അധികാരത്തിനോ സ്വാധീനത്തിനോ വേണ്ടിയാണോ നാം ശ്രമിക്കുന്നത്? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.